ജൂലിയയുടെ ഫാൻസിന് ഒരു പേരുണ്ടാക്കണം. ജൂലിയൻസ്. ഇടുക്കിയിലേക്ക് കഥ എത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള ഇടുക്കിയിലേക്ക് എത്തിയിട്ടില്ല. മലയാളം മതി. പക്ഷേ ജൂലിയ പറയുന്നത് ജൂലിയക്ക് എന്താ ഗൈസ് എല്ലാവരും കമന്റ് ചെയ്യൂ. എനിക്ക് എന്റെ വീഡിയോ തുടങ്ങുമ്പോ ഒരു കോമൺ ഫ്രേസ് വേണം, ഒരു ഐഡന്റിറ്റി വേണം. അപ്പൊ എല്ലാരും കമന്റിൽ ഇടുക. ഞാൻ അതിനകത്ത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തായിരിക്കും. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്രാങ്ക്ഫൂട്ടിലേക്ക് ചുമ്മാ ഒന്ന് പോവാണ്. അവിടെ ചെന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നതൊക്കെ കാണാം. അപ്പോ സാന്ദ്രയുണ്ട്, ജിതയുണ്ട്. സാന്ദ്രയുടെ ഫാൻസ് കേട്ടോ എല്ലായിടത്തും. അയ്യോ ആരണ്ടൊക്കെ കമന്റ് ചെയ്യും സാന്ദ്ര കം ബാക്ക്. അപ്പൊ സാന്ദ്ര അത്ര ഇഷ്ടപ്പെട്ടു പോയി എല്ലാവർക്കും. പിന്നെ ആഷ്ലി ഉണ്ട്. ആഷ്ലിനെ കണ്ടോ? കാണിക്കന്നെ കാണില്ല. നടന്ന് ബാനോഫിലേക്ക് പച്ചയില്ല ചൊത്ത്. അപ്പൊ നടന്ന് ഞങ്ങൾ ബാനോഫിലേക്ക് പോവുകയാണ്. ഇന്ന് നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഇത്രയൊക്കെ തണുപ്പേ നമ്മളെന്തോ ആഗ്രഹിക്കുന്നുള്ളൂ. അതെ, അതുകൊണ്ട് ഫ്രാങ്ക്ഫൂട്ടിൽ ചെന്നിട്ട് എന്നാ പരിപാടി എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ആദ്യം ഒരു അവിടെ എവിടെയോ ഇവരെ കണ്ട് കഴിച്ചൊരു 8 യൂറോയുടെ എന്തോ ഫുഡ് കഴിക്കുന്ന സംഭവം ഉണ്ട്. അപ്പോൾ അത് നോക്കും. അല്ലെങ്കിൽ ഇന്ന് ഫ്രാങ്ക്ഫൂട്ടിൽ പോകുന്നതുകൊണ്ട് ജിത കുളിച്ചു, തല നനച്ച് കുളിച്ചു. വഴിയിൽ കൂടെ വീട്ടിൽ നിന്ന് മുടി തീരാൻ പറ്റാത്തതുകൊണ്ട് വെളിയിൽ നിന്നും കൊണ്ട് മുടി തീരുവോ? ആരും കേട്ടില്ലല്ലോ. ഇവർ രണ്ടുപേരും ലൊക്കേഷൻ ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടതെന്ന് മിഥുൻ ചേട്ടനോട് ചോദിക്കുകയാണ്. മിഥുൻ ചേട്ടനാണ് എല്ലായിടത്തും പോയി എല്ലാം ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് ഗ്രീൻ ആവണില്ലല്ലോ. കണ്ടുപിടിച്ചോ സ്കൈലൈൻ പ്ലാസ. അതൊരു മാളിന്റെ അകത്താ. എന്നാ പച്ചയായി അവിടെ വേറെ കടകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ കടകളൊക്കെ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റ് മതി. ശരവണ ഭവന് മതി. എനിക്ക് ശരവണ ഭവനിൽ പോണം. പൈസ ഒന്നും ഇല്ലാണ്ടാണ് എല്ലാരും ഇറങ്ങിയേക്കുന്നത്. കാട്ട പോലും ഇല്ലെന്നാ പറഞ്ഞേക്കുന്നേ. അതാ ചേട്ടൻ നമ്മളവിടെ ഹൗസിലുണ്ട്. നാട്ടില് ജീപ്പ് അവളൊരു പ്രൈവസി. അപ്പൊ പൈസ ഒന്നും ഇല്ലാണ്ടാണ് എല്ലാരും ഫ്രാങ്ക്ഫൂട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ബാക്കി തന്നെ ഒരു യാത്ര എടുത്തു. മുടി ജീവൻ ഓടി നാണായിട്ട് എടി മുടി ചെയ്യുന്നതിന് എന്റെ പ്രശ്നം. ഇവള് പാരീസ് വീഡിയോ ഞാൻ മുടി ചെയ്യുന്നൊക്കെ ഉണ്ട്. മുടി ചെയ്യുന്ന ഇപ്പൊ കോമൺ തിങ്. അതൊക്കെ തെറ്റാണ്. വീട്ടിൽ നിന്ന് തല വിളിച്ചാണ് വന്നത്. പക്ഷെ നമ്മള് നടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് മുടിയൊക്കെ ചപ്രേ തല വിളിച്ചു. തലൊന്നും സെറ്റ് ആവണം. ഈ വീഡിയോ ഓഫ് ആവുന്ന പ്രശ്നമില്ല. ഈ വീഡിയോ ജർമ്മനിയിലെ നീലക്കുയില്. ഓക്കെ, ഇനി എന്നാ ബാനോഫിൽ ചെന്നിട്ട് കാണാം. നമ്മൾ ബാനോഫിൽ എത്തിയിരിക്കുന്നു. അയ്യോ ഇതൊക്കെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ ബാനോഫിൽ എത്തിയപ്പം ഞങ്ങളൊക്കെ ബാനോഫിലൊക്കെ എത്തി. 2:32 അപ്പൊ നമുക്ക് കട്ടിയണ്ട. നമ്മൾ ഈ വ്ലോഗ് കട്ട് ചെയ്യണില്ല. ആരും പറ കട്ട് ചെയ്യണോ വേണ്ടേ? അയ്യോ അതൊക്കെ ഇതൊന്നും കളഞ്ഞില്ലേ? 7ാമത്തെ പ്ലാറ്റ്ഫോം. നെവിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെവിന്റെ പേര് ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും. നീ ഫേമസ് ആയിടാ. നീ യൂട്യൂബ് ചാനൽ തുടങ്ങ്. സബ്സ്ക്രൈബർ ചെയ്താ എന്നെ മാത്രല്ല സബ്സ്ക്രൈബ് ചെയ്യും. അതെ. അയ്യോ ഫാൻസ് കൂടും. ഇത് കട്ട് ചെയ്ത് താഴത്തേക്ക് ഞാന് ഇടയ്ക്ക് 0.5 ആക്കും, ചില ഇടയ്ക്ക് 1 ആക്കും, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആക്കും. ഒരു മണം ജർമ്മൻകാരുടെ മണം. എന്നാ വേറെ 7 ഇവിടെ കണ്ടോളൂ. ഐസിയാണത്. അല്ല ആർബിറ്റൻ 2:32. ഇവിടെ അത് ഐസി. അതാണ് ഫാസ്റ്റ് ട്രെയിൻ. അതിൽ വേണേൽ നമ്മൾ ഇച്ചിരി കാശുകാരിയാവണം.
അപ്പൊ അതുവരെ എന്ത് ചെയ്യും? ഓണപരിപാടിയാണ്. നമ്മളെ ഓണ സെലിബ്രേഷൻ എന്താ? ഓണം കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 6 സെപ്റ്റംബർ. അപ്പൊ അന്ന് 5-ാം തീയതി ഓണം. പക്ഷെ നമ്മള് ഓണം കഴിഞ്ഞ 6-ാം തീയതിയാണ്. നിനക്കെന്നെ ഇത് ഇത്ര നാളെ ആണ്ടേ ഇത് സെറ്റ് ആയിട്ടില്ലെന്ന്. ജിതയ്ക്ക് ഭയങ്കര കൃമികടിയാട്ടോ. അതെ അല്ല പൊട്ടറ്റോ തിന്ന് ഈ ഓണത്തിന് അന്ന് എല്ലാരും സാരിയൊക്കെ എടുത്ത് ഈ ആശുലിയും ഈ സാന്ദ്രയും നല്ല കാണും. നീ സാരി ഉടുക്കും, വീട്ടിൽ കൊണ്ടുവരണം. ആ അത്രേ ഉള്ളൂ. ബ്ലൗസ് നമുക്ക് ഇവിടെ കിട്ടും. ആ നിനക്ക് ഉടുപ്പ് മതിയോ? ആ മോഡേൺ ഓണത്തിനാണ്. ഇപ്പത്തെ ട്രെൻഡ് കേറിയിരിക്കുകയാണ്. നെക്സ്റ്റ് സ്കിൻ കെയർ. ഇതിലാണ് ആൾക്കാർ വീണ് പോയത്. സാന്ദ്രയുടെ ഒരുക്കത്തിലാണ് എല്ലാരും വീണത്. ഇത്ര നാച്ചുറൽ ആയിട്ടുള്ള കുട്ടിയാണ് സാന്ദ്ര. ആ കോട്ടങ്ങ് മാറ്റി മൂടി വെച്ചിട്ട് സുന്ദരിയായി. ഇവിടെ വന്നുണ്ടോ? കണ്ടോ? ഞാൻ ഡീസന്റ് ആണ് ഗൈസ്. വിചാരിച്ച പോലെ ഒന്നല്ല. അതെ സാന്ദ്ര ഡീസന്റ് ആണെന്ന് വേറെ ആരും പറയിക്കണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പുറം ഇരിക്കുന്ന ഇന്ന് ദോശയും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ജിത ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല റാഗി പുട്ടും മുട്ട. ഇത് പിടിച്ചോ. എത്ര മണിക്കായിരിക്കും നമ്മൾ എണീച്ചിട്ടുണ്ടാവാ? ഇന്നലെ നമ്മളെ കുറെ വർത്താനം പറഞ്ഞിരുന്നു. ലേറ്റായി. ഞങ്ങള് എണീറ്റപ്പോ ലേറ്റായി. അതായത് എണീക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഡ്യൂട്ടിക്കൊന്നും പോയി എണീറ്റ് ഞങ്ങളുടെ മറ്റേ അടിമ എന്താണ് പണിയെടുക്കുന്ന. അപ്പൊ ഇന്ന് രാവിലെ ഞാനെന്നെ പല്ല് വെച്ചിട്ട് ബാത്റൂമിൽ നിൽക്കണം. എന്റെ ഡോറിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ട് ഒരാൾ നിൽക്കാം. അപ്പൊ ഇത് എന്താ രാവിലെ കഴിച്ചു? നമ്മളൊന്നും കഴിച്ചു. ഇപ്പൊ പല്ല് വെച്ചിട്ടുണ്ടല്ലോ. ആ എന്നാ വീട്ടിലോട്ട് വന്നേരെ. അപ്പം ചെന്നപ്പോ റാഗിപ്പുട്ട്, നല്ല തേങ്ങയ്ക്ക് റാഗിപ്പുട്ടും അത് സ്പെഷ്യൽ മുട്ടക്കറി. നമ്മുടെ ബുൾസൈ പോലെ മുട്ട അതിനകത്തിട്ട് ഒഴിക്കും. അടിപൊളി മുട്ടക്കറി, ചായ. ഞാൻ ചായ കുടിച്ചത് കുറെ നാളെ. പക്ഷെ ജിതയിൽ ഉണ്ടാക്കിയ ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് അടിപൊളിയായിരുന്നു. അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങള് പോകാൻ. പിന്നെ വിശക്കണമില്ല, ദാഹിക്കണ്ട. ദാഹിക്കണ്ടോന്നോ? വെള്ളമുണ്ട്. ദാഹിക്കുന്നതിന് വെള്ളമുണ്ട്. വെള്ളം വേണോ? വേണ്ട. ഇതിന്റെ ഡ്രൈ ആവാ ചുണ്ട്. ചേഞ്ച് ഇവിടെ ഇപ്പൊ ബെറ്റർ വെതർ മാറുകയാണ്. പയ്യെ എനിക്കൊന്ന് തണുപ്പാകുന്നതിന്റെ ഞാൻ തോന്നുന്നു. ഇന്നിപ്പോ ഒരു 16 പോരല്ലോ. 14 അത് ബെർലിനല്ലേ? രാവിലെ 17 ഉണ്ടോ? 17 എനിക്ക് 18 കാണിക്കണം. അത് അവരുടെ ഫോൺ പോയതാ. ഈ മറ്റേ പണിയെടുക്കുന്നവരുടെ ഫോൺ. എന്റെ ഫോണിൽ എത്ര കേട്ടോ പിടിച്ചെടി. എത്രയായി? 32 എടുക്കും. നീ എന്തടി എവിടെ പോകാൻ വെച്ചേ? ഫോൺ ചൂടാക്കിയത്. അവളുടെ ഫോൺ ചൂടായി. അപ്പൊ ടെമ്പറേച്ചറും കൂടി. 18. നമ്മളെ ട്രെയിൻ എടുത്തു വണ്ടി എടുത്തു. ട്രെയിൻ എടുത്തു. ഇനി 1.5 മണിക്കൂറിൽ ഞങ്ങൾ എത്തും. ഇവിടെ ചെന്നിട്ട് അരമണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം ഫ്രാങ്ക്ഫurt ബാനോഫിൽ എത്തിയിരിക്കുകയാണ്.
എന്തോ തന്നു. സമ്മതിച്ചില്ലടി. പിന്നെ ഞാൻ പറഞ്ഞതാ. അല്ലേലും മാഷിലേക്ക് ചേട്ടൻ നോക്കുന്നത് വൈ പറഞ്ഞാല് ചേട്ടൻ നോക്കുന്നടി. ട്രെയിനിലെ ചക്കറിനെ കുറിച്ചാ പറയണേ. ചക്കറിന്റെ ഫാനായി. ട്രെയിനിലെ ചക്കറിന് പിന്നെ ആൾക്കാര് കുറവല്ലേ? ആൾക്കാര് നീ ഇങ്ങനെ പറഞ്ഞോ. ആൾക്കാര് തൊണ്ട് കുറവാ. ആ സാധാരണ ഫ്രാങ്ക്ഫൂട്ട് ഇങ്ങനെ അല്ല. നല്ല മണം. നല്ല മണം. ആഷ്ലി ഇങ്ങ വാ. ഇങ്ങ വാ നീ. അതെ, എവിടെ പോയാലും മിഞ്ചേട്ടന്റെ ഓർമ്മകളാ. അയ്യോ അയ്യോ കല്യാണം മുടക്കികളാണ്. എവിടെ പോയാലും മിഥുൻ ചേട്ടന്റെ ഓർമ്മകളും പേറി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജിത ചേച്ചി. ഇന്ന് ഫേമസ് ആവും. അതൊക്കെ മിഥുൻ ചേട്ടന്റെ പവർ ഉണ്ടോ? മിഥുൻ പേരുണ്ടെന്ന്. ഫ്രാങ്ക്ഫൂട്ട് സിറ്റി. ഓ നല്ല തണുപ്പ മക്കളെ. ആ ജിതേ സാന്ദ്രക്ക് എന്നെ നാണായിട്ട് ബ്ലഷ് അടിക്കും. 14 പോവാം. ഇതാണ് ട്രാം. നീഡർ എന്താ എന്തോ സാധനം. സൈലം 4 പേരുടെ സീറ്റിലിരിക്കും. 10 മിനിറ്റ് ഹാൻ ഓഫ്. പിന്നെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റോപ്പ് നടക്കാം. സൈലന്റ് പ്ലാസ. സൈലന്റ് പ്ലാസ. മിഥുൻ ചേട്ടൻ ഞങ്ങൾക്ക് സ്ഥലത്തിന്. അതെ എപ്പോഴും മിഥുൻ ചേട്ടൻ. എന്റെ ദൈവമേ, മിഥുൻ ചേട്ടൻ ഇപ്പൊ തുമ്മി തുമ്മി മരിക്കാം. മിഥുൻ ചേട്ടൻ ഇപ്പൊ തുമ്മി തുമ്മി ഞങ്ങളുടെ സ്നേഹം. മിഥുൻ ചേട്ടൻ ഇപ്പൊ തുമ്മി തുമ്മി മരിക്ക. ഇതെനിക്കിഷ്ടല്ല ഈ കഞ്ചാവ വഴിനീളം മയക്കുമരുന്ന് കേസ്. ഇരുന്നങ്ങ് ഇന്നലെ ഫസ്റ്റ് ഹൗസ് പറഞ്ഞില്ലേ എവിടെ പോകുമ്പോഴാ സൗണ്ട് വരണേന്ന് പറഞ്ഞേ. എവിടെ പോകുമ്പോഴാ സൗണ്ട് വരിക? സൈക്കോളജി പേഷ്യന്റ്. എടി ഇവിടെ നമ്മുടെ ഫീസ് പാടാൻ ഉണ്ടല്ലോ കിഷ്കാസയില് മുസ്ലിംസ് അങ്ങനത്തെ ഡ്രസ്. ഞാൻ ജൂലിയനെ കൂടെ തന്നിട്ട് പച്ചക്കുയിലായി. ജൂലിയ മഞ്ഞക്കുയിൽ ഫ്രാങ്ക്ഫൂട്ട് ആണ് ഒരു ഇച്ചിരി റിച്ച് പ്ലേസ്. ഞങ്ങളുടെ ഒരു സ്റ്റോപ്പ് കഴിഞ്ഞാ ഇല്ല ഇപ്പോഴും ഇത് ഗുസ്റ്റാവ്സ്ബുർഗ് പ്ലാറ്റ്സ്. അല്ലല്ല 4ാമത്തെ വണ്ടി. ഇത് 14 നമ്പർ. ഇതാണ് സ്കൈലൈൻ പ്ലാസ. ഗൈസ് ഇനിയിപ്പോ ഞങ്ങള് അതിൽ കയറുമ്പോ ശ്രദ്ധിച്ചോട്ടോ, ജൂലിക്ക് ഭ്രാന്തളകും. ജൂലി ഇങ്ങനത്തെ സ്ഥലത്ത് കയറുമ്പോ അയ്യോ എന്റെ ദുബായിൽ എന്റെ ദുബായ് ഇങ്ങനെയൊക്കെയാ. എന്റെ ദുബായില് ഇൻഡസ്ട്രിയൽ ഏരിയസ് ഒക്കെ ഉണ്ട്. റെഡ് എന്നിട്ട് പറയും എന്റെ ദുബായിലെ മാൾ ഇങ്ങനെ. അങ്ങനെയല്ല, എന്റെ ദുബായിലെ മണം ഈ മണം. കണ്ടോ കണ്ടോ? ഏത് സൈഡ്? ഈ സൈഡ് കാണിക്കുള്ളൂ. ഈ സൈഡ് കണ്ടാ മതി.
ജൂലി ശരിക്കും ദുബായി പഠിക്കേണ്ടതായിരുന്നു. നീ പിന്നെ എന്നിട്ട് തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ചില വിധിച്ചേക്കുന്ന ഇതായിരിക്കും. ഒരു ദിവസം ബസ്സിൽ കയറിപ്പോ പറയാണ് എന്റെ ദുബായിലെ ബസ് ഒന്നും ഇങ്ങനെയല്ല, ദുബായിലെ ബസ് എന്നൊക്കെ പറഞ്ഞ അടിപൊളി ബസ്സായി. ദുബായിലുള്ള ആൾക്കാർ പറയൂ. എനിക്കിതൊന്നും ആരോട്? ആ അവിടെ ന്യൂയോർക്കറൊക്കെ ഉണ്ടെടി. വായിച്ചത് കേട്ടോ. ആരും വിടണ്ട. ആ മറ്റേത് അവിടെ ചിട്ടി കമ്പനിയുടെ. അപ്പൊ ഞങ്ങളുടെ സ്കൈലൈനിലേക്ക് കയറാണ്. സ്കൈലൈൻ പ്ലാസ. എല്ലാവരും റിച്ച് സ്ഥലത്തേക്ക് കയറണ്ട്. പക്ഷെ കാശില്ലെന്ന്. കാർട്ടയില്ല, കാശില്ല. ഇതിന്റെ മേളല്ലേടി അന്ന് നിങ്ങൾ അച്ഛനമ്മി കേറി നോക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങാലോ. ജൂലിയ നിന്റെ ബ്ലോഗിന് ആകെ വരുന്ന സാധനം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് അത് കൂടെ ഇറങ്ങാം. ഇവിടെ ഇല്ല, ഇവിടെ കടയില്ല. നമ്മള് ചമ്മീനറിയാം. വീണ്ടും നമ്മൾ എടി ഇവിടെ ഇല്ല കട. ഇനി നമുക്ക് ചുറ്റാം, റൗണ്ട് ചെയ്യാം. പീക്ക് ആൻഡ് ക്ലോപ്പൻബുർഗ്. എനിക്ക് അവിടെ ഡ്രസ്സ് കാണിച്ചു തരുമോ ജൂലിയ? എനിക്ക് കേട്ട പോലെ പിടിക്കില്ല. ഞങ്ങള് ദിവസം കേറിയിട്ട് വില കണ്ടടിച്ച് ഇവിടെ ഒന്നും കയറിയാൽ ശരിയാവില്ല. നമുക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല. എല്ലായിടത്തും കറുപ്പ് വെള്ളാഗ്രേ, കറുപ്പ് വെള്ളാഗ്രേ. നമ്മുടെ കട എത്താറായി. എന്താ കടയുടെ പേര്? ആരാ? ചൈനീസിന്റെ മിസ്റ്റർ ഫുങ്. മിസ്റ്റർ ഫുങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ എല്ലാരും എവിടെയാണിത്? സ്കൈലൈൻ പ്ലാസയില് മിസ്റ്റർ ഫ്ലുങ്. അവിടെ 8 യൂറോയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ ഒരു ടൈം എടുക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ പ്ലേറ്റിൽ നമുക്ക് അവിടെയുള്ള എല്ലാ ഫുഡും എടുക്കാം. അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ളൊരു പ്ലേറ്റിൽ തരും. അതെ, ഇതാണ് കട. ഇതാണ് നമ്മള് അപ്പൊ നമ്മള് നിങ്ങളൊക്കെ അന്ന് വന്ന് പോയോണ്ട് ഒരു വലുപ്പേ കുറച്ച് പ്ലേറ്റ് ഉണ്ട്. നമുക്ക് സൂക്ഷി എടുക്കാം. ഫുഡ് എടുക്കാണേ. എടി നിങ്ങള് ഇത്ര മതിയോ? എന്താടി? പല ടൈം. അത് കൂണ്, മഷ്റൂം എല്ലാം നമ്മൾ നിറയ്ക്കുകയാണ്. ഇതെന്താടി? ചിക്കനല്ലേ? അത് 2 എണ്ണം എടുത്തു. ഇത് എരിവുള്ള സോസാ. എനിക്ക് ഈ സോസായിരുന്നു വേണ്ടേ. ഇത് ചില്ലി ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കോള വാങ്ങാൻ പോയി. കഴിച്ച് മടുത്തു, മത്ത് പിടിച്ചു. അപ്പോൾ ഞങ്ങൾ കോള വാങ്ങി. ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ടേസ്റ്റ് ഐ ഹാവ്. മഞ്ഞച്ചോറ് നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാക്കി നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പിന്നേക്കാളും നല്ലതാണ്. എന്തുണ്ട് എണ്ണ കുടിച്ചിട്ടായി. പക്ഷെ അന്ന് അതിപ്പോ കുഴപ്പമുണ്ടായില്ല. ഇപ്പൊ കഴിച്ച് മടുത്താണോ അറിയില്ല. എനിക്ക് ആ കോലിലൊരു ചിക്കൻ വായൊന്നും നിർത്തിക്കൊണ്ട് പോകും.
സ്ട്രോയിൽ കുടിക്കണം. കോള സെബാസ്റ്റ്യൻ ചേട്ടന്റെ കോള കുടിച്ചപ്പോ എന്താ ചെയ്യും? അത് കുടിക്കുമ്പോ ഒരു സുഖമുണ്ടല്ലേ? ഈ എല്ലാം കഴിച്ചിട്ട് എണ്ണ ഒക്കെ കഴിച്ചതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് അല്ല. അതെന്നാ വയറ്റിലോട്ട് കയറിപ്പോയ എന്തോ ഒരു കരിഞ്ഞ ഇല്ല. ഇനി മേലെടുക്കും. ഇതെന്താടി? ഇത് നീ പണ്ടെടുത്തത് ഞാൻ കഴിച്ചോക്കിയേ. മഷ്റൂമാ ചിക്കനാ എന്തോ ഫ്ലൈഷാന്ന് പണ്ടെടുത്തതാ. പക്ഷെ എനിക്ക് എന്താ ഇത് ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നുണ്ട്. ഇത് നീ കഴിച്ചോ? ഇത് പറഞ്ഞൂടെ ഉണ്ട്. എല്ലാത്തിനും ഞങ്ങൾ തിരിച്ചെടുത്തൂടി. നമുക്ക് എല്ലാം അറിയണല്ലോ. ഇപ്പൊ എല്ലാത്തിനും ടേസ്റ്റ് പഠിച്ചു. ഈ സാധനം ഞാൻ എടുക്കില്ല. കൊട്ടയ ഇത് എന്തിട്ടാവും. പക്ഷെ ഈ കൂല് മിഠായി ആൻഡ് ഈ കൂണ് എടുക്കില്ല. കളയാ ഇത് കൊട്ടയല്ല. പക്ഷെ ഇനി എടുക്കില്ല. അപ്പൊ എന്തൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് ആൾക്കാർക്ക് എടുക്കാൻ? ഏതൊക്കെ ചിക്കൻ ചിക്കൻ കിട്ടും. ചിക്കനത് ശരിക്കും KFC പോലെ. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. കാണുമ്പോൾ KFC എന്ന് വിചാരിക്കും. പക്ഷെ ഇത് എന്താന്ന് മീനാണ്. ഫിഷാണോ? ഇത് ഫിഷാ. പക്ഷെ ഒരു രസമില്ല. അത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ അവിടെ ഒരു പുളി പോലത്തെ കളർ സോസ് കിട്ടും. അതിനൊരു പുകച്ചൊകയാ, വാട്ടച്ചൊക. അതെടുക്കരുത്. ടൊമാറ്റോ കെച്ചപ്പ് എടുത്താൽ മതി. ചൈനീസ് ഐറ്റംസ് ആണ് എല്ലാം. അപ്പം ചൈനീസ് ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി. അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമേ അത് ഇവിടെ വരാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരാനുള്ളൂ. ടേസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. €8 വർത്താണ്. ഇതിപ്പോ ഒരാൾക്ക് €4 ആയിട്ടുള്ളൂ. ഇതിപ്പോ ഞങ്ങള് 2 വാങ്ങിയുള്ളൂ. ഇത് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാണെങ്കിൽ വിശപ്പ് തികയും. ഒന്ന് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ വിശക്കും. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ വന്നത് അതുകൊണ്ട് വയറില്ല. കഴിച്ചു കഴിഞ്ഞു. അല്ല ഇതല്ലേ ഇത് ഫുഡ് കോർട്ടാണോ? അല്ല പേട. അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സ്കൈലൈൻ ഗാർഡൻ പോലെ. അപ്പോൾ നമ്മൾ സ്കൈലൈൻ ഗാർഡനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കുക. സ്കൈലൈൻ ഗാർഡൻ. ഇത് നമുക്ക് അവിടെ പോയി ചുമ്മാ ഇരിക്കും. ഇവിടെ റീൽസ് എടുക്കാം. എടാ എന്നാ ഇത് നല്ലൊരു സെറ്റപ്പ് കേട്ടോ. ഈ മാളിന്റെ പൊക്കത്ത് നമുക്കിങ്ങനെ ചുമ്മാ ഇരിക്കാം. ഇവിടെ ഒരു കടയുണ്ട്. അതെ അത് വെള്ളമല്ല, മണ്ണ. എടി ഇതാണ് സ്കൈലൈൻ ഗാർഡൻ. ഇതേ ഗാർഡൻ കണ്ടോ? അല്ല, സ്കൈലൈൻ ഗ്രൗണ്ടിലാണ്. അവിടെ എല്ലാം ഇരിക്കണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുന്നിൽ കൂടെ നമ്മൾ വന്നേ. ഞങ്ങളുടെ സ്റ്റെപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പാർട്ട്നേഴ്സ് 2 പേര് തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തല്ലുകൂടും, ഞങ്ങൾ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. ഇല്ല, റീല് വന്നിട്ടേ വ്ലോഗ് വരുള്ളൂ. റീൽ ആദ്യം വരും. അപ്പൊ ഞങ്ങള് ഡാൻസ് കളിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ റീൽസ് എടുത്തിട്ടുണ്ട്. അത് ഇപ്പം ധൃതംസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്നതായിരിക്കും. ഞങ്ങളിതാ അത് ലൈക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങള് ലാസ്റ്റ് 4 minutes. അതാണ്. അപ്പൊ എല്ലാരും ഓർത്തല്ലോ. വാച്ച് until end. ഞങ്ങൾ റീൽസ്
ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഓഫ് ധൃതം. കോപ്പിറൈറ്റ് വരാനാണോ? അപ്പൊ എല്ലാരും പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് അതിനകത്ത് കമന്റ് ചെയ്യുക. ഞാൻ യൂട്യൂബിലല്ല പറയണത്, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഈ മാളിൽ നിന്നും പോവുകയാണ്. നല്ലൊരു മാള്. ഞങ്ങൾ കയറി. എനിക്കൊരു പാൻറ് വാങ്ങി, പിന്നെ സാന്ദ്ര ഒരു മാല വാങ്ങി. എന്നാ ഞങ്ങളൊന്നും കേറണ്ട ഒരു പ്ലാനും ഇല്ലായിരുന്നു. ജിതയാണെങ്കിൽ എടി അവിടെ എന്തോ ഓഫർ അടി ഞങ്ങളെ കയറ്റി. പക്ഷെ ജിതയൊന്നും വാങ്ങിയില്ല. പാവങ്ങളായ ഞങ്ങള് യുനോ എന്റെ പൈസ പോയി, പണം പോയി. അല്ല ഇത് പോയി വന്നേ. അപ്പോൾ ഞങ്ങൾ ആ മാളിന് ശേഷം അവിടുന്ന് ഇന്ത്യൻ സ്റ്റോർ വേണ്ടിയിട്ടായിരിക്കുന്നു. ഫുള്ള് ഇന്ത്യൻ സ്റ്റോർ. നമ്മുടെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നാട്ടിൽ നിന്ന് പോരുന്നവർക്കൊക്കെ ഉള്ളൊരു ഒരു ഇൻഫർമേഷനാണ്. നാട്ടിൽ നിന്ന് പൊടികളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇച്ചിരി വില കൂടുതലാണേ ഉള്ളൂ, പക്ഷെ ഇവിടെ എല്ലാം കിട്ടും. ഉപ്പോട്ട് കറുപ്പോടും വരെ കിട്ടും. യുനോ പാരച്യൂട്ട്. സാന്ദ്ര ഫാൻസ് കമോൺ. എനിക്ക് പായസം വേണോടി. ഓണത്തിന് ഞാൻ തന്നെ പായസം ഉണ്ടാക്കി കുടിക്കും. നിങ്ങൾക്ക് ആർക്കും തരില്ല കേട്ടോ. ജോലിക്ക് ഞാൻ ചുക്ക് കാപ്പി മാത്രം എനിക്ക് എല്ലാവരും പനി വരുമ്പോ ഇൻഫോം ചെയ്യണം. നമുക്ക് മിക്സി ഉള്ളതല്ലേ? അങ്ങനെയല്ല, ശരിക്കുള്ള മിക്സിയിലാന്ന് പറഞ്ഞത്. എടി ആ മിക്സി ശരിക്കുള്ള മിക്സി പോലെ തന്നെയല്ലേ? മിക്സ് ആവാനാണ് അവർ പറയണത്. അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം. കൊട്ട എടുത്തു. എനിക്ക് പായസം എടുക്കാം. പായസം വേണോ? സാന്ദ്രയ്ക്ക് പായസം. എനിക്ക് എന്റെ സാന്ദ്ര ഉണ്ടാക്കി തരുന്നല്ലേ പറഞ്ഞേ. 2 കിലോയാ? എനിക്ക് 1 കിലോ. ഫുഡിലുണ്ട് ഓൾറെഡി ഇരിപ്പുണ്ട്. നാരങ്ങാച്ചാർ. ഞങ്ങൾ എത്ര സാങ് വാങ്ങി. ദോശപ്പൊടി, പാലപ്പം പൊടി, പാലട, ഗ്രീൻ പീസ്, ഗ്രീൻ പീസ്. എനിക്ക് ഗ്രീൻ പീസ് നിന്റെ ഇഷ്ടപ്പെട്ടു. ഞാൻ കൊണ്ടിട്ട് നീ ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരുമോ? ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും അവിടെ നിന്നും ഇറങ്ങി. ഇനി ഞങ്ങൾ നേരത്തെ ഒരു പ്രാവശ്യം ഞാനും ചെയ്തേ വന്നപ്പോൾ ഒരു മാംഗോ ലസ്സി കുടിച്ച കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവരെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 മാംഗോ ലസ്സി ആൻഡ് ഒരു മസാല ഫ്രൈസ്. ഞങ്ങൾക്ക് അത്ര ബഡ്ജറ്റുള്ളൂ. അപ്പോൾ ഇത് ഫ്രാങ്ക്ഫർട്ടിൽ ഇന്ത്യൻ സ്റ്റോറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇച്ചിരി മുന്നോട്ട് കിടന്നാൽ കാണും. കടയുടെ പേരെന്നായിരുന്നു? ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന്. ഇവിടെ നോക്കിയടി. അതാണോ? വേറെ വേണ്ട. അപ്പോൾ അതാണ് സ്റ്റോർ. അപ്പോൾ എല്ലാവരും വരിക. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഈറ്റ് ദൂരി. അതാണ് കടയുടെ പേര്. നോർത്ത് ഇന്ത്യൻ കട. അപ്പോൾ ഇനി ഞങ്ങളുടെ സാധനം വരുമ്പോൾ കാണിക്കാം. ഓക്കെ. മസാല ഫ്രൈസ് വന്നു. അതിൻ്റെ ഡിപ്പ് എങ്ങനെ എടുത്തിതാ? How is it, Sandra? Good. How is it, Ashley? എനിക്കും കുട്ടുള്ളൂ. ഞാനും കുട്ടാ പറഞ്ഞു. ഷെയർ കുട്ടില്ല. പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാംഗോ അടിക്കാനേ. ഞങ്ങളുടെ പോരും. ഇവർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യുന്നു. അങ്ങനെ മാംഗോ ഒന്നും കഴിക്കാത്തോണ്ട് കുഴപ്പമില്ല. ഞാൻ മാംഗോ ഐസ്ക്രീം കഴിച്ചത്. മറ്റേ മൈൻഡ് ഫെസ്റ്റിലോ ഇല്ലേ? ഞാൻ ഇപ്പത്തെ കടയിൽ ഞങ്ങൾ ചിരിച്ചു തരാം. ഞാനൊരു മാംഗോ കുടിക്കാം. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഒരെണ്ണോട് പറയാ ജോലി പറയോ ഈ മാംഗോയിലിട്ടേക്കുന്ന മല്ലിയിലേക്ക് വരെ ദുബായില്. ഇവർക്ക് എവിടെ പോയാലും ദുബായിനെ പൊക്കിയില്ലെങ്കിൽ ഒരു ഇതില്ല. ഞങ്ങൾ പറയും നീ ദുബായിനെ തിരിച്ചു പോകുന്നത്. പക്ഷെ അവർക്ക് യൂറോ വേണം. ദുബായിലെ കറൻസി എന്തെങ്കിലും ദർഹം വേണ്ട, യൂറോ മതി. യൂറോ അത് കൊടുത്താൽ മതി. പക്ഷെ നമ്മുടെ ദുബായ് അടിപൊളി. എന്നിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ പറയും അയ്യോ എന്റെ ദുബായിലെ മാള്, അയ്യോ എന്റെ ദുബായിയുടെ മണം. ചില പെർഫ്യൂം കടകളുടെ കിട്ടുമ്പോൾ എടിയുടെ ദുബായിയുടെ മണം അടിയെന്ന് പറഞ്ഞ് ദുബായ് നമ്മൾ
ദുബായിലെ ആ സിറ്റികൾ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഇവൾക്ക് പേരിടാൻ പോവാ ദുബായ് കൊട്ടിരുന്നെങ്കിലും അൽജൂരിയ എന്നെ ട്രോളുള്ള കർത്താവേ. അപ്പോൾ എല്ലാവരും ഇനി ഇവിടെ വരിക. ഈ കടയുടെ പേരാണ് ഈദ് ദൂരി. ഇവിടെ വരിക. ഇവിടെ നിങ്ങൾക്ക് മലയാളികൾ വരികയാണെങ്കിൽ ഇവിടെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മലയാളി ചേട്ടനുണ്ട്. മലയാളി ചേട്ടൻ ഓക്കെ, നിങ്ങൾ വരിക. ഇവിടെ ഞങ്ങളിവിടെ കുടിച്ചത് മസാല പ്രൈസ്. അപ്പോൾ അത് കഴിക്കും. യൂട്യൂബ് അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരാളുടെ വയറ് നിറയായിരുന്നു. €4 എത്രയായത്? 4.50. ഇനി നെക്സ്റ്റ് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടും വരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു എസ്തെറ്റിക് വൈബ്, ഒരു നോർത്ത് ഇന്ത്യൻ നല്ല ഹോംലി അടിപൊളി സെറ്റ്. അപ്പോൾ എല്ലാവരും വരിക, കഴിക്കുക. ക്യാമറ ഓഫ് ചെയ്ത ഒരു ചളി പറയാം. ഇല്ല, പറഞ്ഞോ എന്റെ ചിരിയാ. പറഞ്ഞോ. We are going back home, ടാ. Stop. നീ സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോ ആരാണ്ട് അവിടെ പുറയില് ഇതാ റോഡിൽ നിന്ന് മാറി അതെ. അപ്പൊ അവനെന്തോ നമ്മുടെ ചപ്രി ഗേൾസ് വിത്ത് നാട്ടിലെ നീല പ്ലാസ്റ്റിക് കവർ. അപ്പൊ നമുക്ക് സോ നമ്മൾ ചപ്രി ഗേൾസ്. എന്താണ്? ആ ഇത് യാ. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീസ് വാർഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പൈസ കൊടുത്തിട്ട് 25 സെന്റ് ആയിരുന്നു. 25 രൂപ കൊടുത്ത് വാങ്ങിച്ച കവറാണ്. 25 രൂപ. നമ്മള് ഡ്രസ്സൊക്കെ വാങ്ങിയത് ബാഗിലിട്ട് ചെളിയായാലോ. ഒരു 25 സെന്റ് അല്ലേ ഇതാ? ഇത്ര ദാരിദ്ര്യം കാണിക്കാൻ വെച്ചതാ. ഇന്നുണ്ടല്ലോ രാവിലെ ജിതയുടെ ചേട്ടൻ ചോദിക്കണേ, എടി ഈ ജൂലി ഏത് രാജ്യക്കാരിയാ? എന്നാന്ന് ഏത് നാട്ടുകാരിയടി? എന്നാന്ന് നമ്മുടെയൊക്കെ എന്തുട്ടാന്ന് എന്താണ് എന്താണ് അങ്ങനെയൊക്കെ മതി. എന്നാന്ന് ഇപ്പൊ നമ്മളൊരു രീതിയിൽ പറയുന്നേ എന്തുട്ടാന്ന്. അയ്യോ ഇതിനകത്ത് എത്ര പൈസയാ? അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. നമ്മൾ വീട്ടിലെത്തി. നമ്മളവിടെയൊക്കെ പോയി. നമ്മൾ ആദ്യം പോയി കഴിക്കാൻ പോയി പിന്നെ ഗാർഡനിൽ പോയി. അവിടുന്ന് റീൽസ് ഒക്കെ എടുത്തു. എല്ലാവരും കണ്ടോ? പോയി ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കൂ. പിന്നെ അതിനുശേഷം ഞങ്ങള് ലസ്സിയൊക്കെ കുടിക്കാൻ പോയി. DMലൊക്കെ പോയി. അങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സാന്ദ്രയ്ക്ക് ഇപ്പൊ വിശക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളൊക്കെ വയറ് ഫുള്ളാണ്. സാന്ദ്രയുടെ വീട്ടില് രാവിലെ ഉണ്ടാക്കിയ ചോറും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ബീട്രൂട്ട് തോറും ഉണ്ടാവും. അതിപ്പോ എന്തായാലും ഷേറ്റുണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചോറ് ഉച്ചയ്ക്കാണോ വെച്ചത് രാവിലെയാണോ വെച്ചത്? 2 ഉച്ചക്കാ വെച്ചത്. ഉച്ച കുഴപ്പമുണ്ടാവില്ല. രാവിലെയൊക്കെ ഞാൻ വെക്കാൻ തോന്നുന്നുണ്ടോ ജിത? രാവിലെ തുണി ഇളക്കിയിട്ടൊക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ മാത്രം ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നെക്സ്റ്റ് വ്ലോഗ് വരുന്നവരെ ബീങ് ചെയ്യുന്നത്. ബൈ ബൈ.